വലിയൊരു തോതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇടം ആണ് ആലപ്പുഴ. അതോടൊപ്പം പ്രേക്ഷകരുമായി മറ്റു ചില വിവരങ്ങളൊക്കെ പങ്കുവെക്കേണ്ടതായി വരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് എന്നുള്ളതാണ്. അവിടെ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്തിലെ 10ാം വാർഡായ ഓണക്കൂറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. CS ബാബു 59 വയസ്സായിരുന്നു. അദ്ദേഹം പുലർച്ചെ 3 മണിക്കാണ് ഈ അപകടം എന്ന് പറയാൻ പറ്റില്ല, കാരണം വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അലേക്കർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആൾ ആണ് എന്നത് നമുക്കറിയാം. SIR ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പല ആളുകൾക്കും സംശയമുണ്ട് എങ്ങനെയുള്ള, അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകൾ എങ്ങനെയാണ് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നത്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഭൂപ്രദേശത്ത് തുടർച്ചയായി താമസിക്കുന്നവർക്ക്, അവരിനിയിപ്പോൾ കേരളത്തിലുള്ളവരോ മലയാളം അറിയാത്തവർ പോലും ആണ് എങ്കിൽ പോലും അവർക്ക് കേരളത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അങ്ങനെ ആണ് ഈ SIR വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ രാജേന്ദ്ര അലേക്കർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നിരവധി മലയാളികൾ ഇതര സംസ്ഥാനങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താറുണ്ട്. അതിൽ ഏറ്റവും അധികം മലയാളികൾ വോട്ട് രേഖപ്പെടുത്തുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തന്നെയാണ്. ഡൽഹിയിലെ പല മണ്ഡലങ്ങളിലെയും നിയമസഭാ സീറ്റുകളിലെ വിജയം നിശ്ചയിക്കുന്നതിൽ മലയാളികൾക്ക് വലിയ പങ്കുണ്ട് എന്നതുകൂടിയാണ് ഈ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാനുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഉൾപ്പെടെ ഇപ്പോൾ ഇതാ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ ജനവിധി തേടുമ്പോൾ ഏറ്റവും ഫോക്കസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം, പ്രത്യേകിച്ച് ത്രികോണ പോരാട്ടം എല്ലാ ഡിവിഷനുകളിലേക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സംസ്ഥാനത്തെ പ്രമുഖർ ആയിട്ടുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്ന, ഏറ്റവും കൂടുതൽ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ജില്ല എന്ന പ്രത്യേകതയും തിരുവനന്തപുരത്തിനുണ്ട്. ഒപ്പം വിവാദങ്ങൾ കൂടി തിരുവനന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒപ്പമുണ്ടായിരുന്നു. അതിൽ ശ്രീലേഖ IPSന്റെ തെരഞ്ഞെടുപ്പ്, അതിൽ ഈ റാങ്കുകൾ എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നേരത്തെ വന്നതാണ്. അതിൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ ആ റാങ്ക് മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും പോസ്റ്ററുകൾ അടിച്ചിറക്കിയതാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു വിവാദം പുറത്തു വരുന്നത് BJPയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. അത് എങ്ങനെയാണിത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്ത് പ്രവചനമായിരുന്നു അവർ നടത്തിയിരുന്നത്, എന്തായിരുന്നു അവർ പങ്കുവെച്ചത്? ശ്രീലേഖ, അരുൺ. യെസ്, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താൻ. ഗവർണർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്, അതിലേക്ക്. I wish all the voters should come, not only here, throughout our state, and they should have their democratic right exercised in a very nice way. That is the part of the beauty of our democracy. That is what we want. Yes. Okay. Thank you. യെസ്, VV അരുണിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ശ്രീലേഖ പങ്കുവെച്ചത് സർവേ ഫലമാണ്. അതാണ്, സർവേ ഫലമാണ് പങ്കുവെച്ചത്. ഞാൻ നേരത്തെ ആലോചിച്ചത് എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ കഴിയുന്നതിന് മുമ്പ് പങ്കുവെക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എനിക്ക് പറ്റിയ തെറ്റാണ്. അതായത് സർവേ ഫലം ആണ് പങ്കുവെച്ചത്. ശ്രീലേഖ നടത്തിയത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമാണ് ഉയർന്നു വരുന്നത്. അരുണിലേക്ക് പോകുന്നു. അരുൺ, ഇതാ ഈ പരാതിയുടെ സാഹചര്യം എന്തായിരുന്നു? എപ്പോഴാണ് അവർ ഇങ്ങനെയൊരു ഈ സർവേ ഫലമൊക്കെ പങ്കുവെച്ചത്? ഇന്ന് രാവിലെയാണ് ശ്രീലേഖ ഇത്തരമൊരു C4 സർവേ, പ്രീ പോൾ പ്രവചനം തിരുവനന്തപുരം കോർപ്പറേഷൻ NDAക്കൊപ്പം 60 മുതൽ 65 സീറ്റ് വരെ NDA, 28 മുതൽ 35 വരെ LDF, 8-9 സീറ്റ് UDF എന്നൊരു സർവേ ഫലം, പ്രീ പോൾ സർവേ ഫലം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ശ്രീലേഖ മാത്രമല്ല, BJPയുടെ ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെ ഇത്തരം വിവരങ്ങൾ മാധ്യമങ്ങൾക്കടക്കം കൈമാറിയിരുന്നു. എന്നാൽ ചട്ട ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. CPM ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനിരിക്കുകയാണ്. അല്പസമയം മുമ്പ് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരണവും പുറത്തു വന്നിരുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്ന രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അത് സംബന്ധിച്ച ഫലപ്രഖ്യാപനം മറ്റുള്ളവർ അറിയിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇത് തെറ്റാണ്, ഇത്
ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാധകമാണ് ഈ നിയമം. അത് ശ്രീലേഖ ലംഘിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബി.ജെ.പിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. നേരത്തെ വി മുരളീധരൻ ബി.ജെ.പി നേതാവിന് ചോദിച്ചപ്പോൾ തനിക്ക് അതേപ്പറ്റി അറിവില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ശ്രീലേഖയടക്കം പ്രതികരണം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ശ്രീലേഖ തുടക്കത്തിൽ തന്നെ IPS ഉപയോഗിച്ച് പോസ്റ്റർ പതിച്ചത് വിവാദമായിരുന്നു. പിന്നീട് അത് ആം ആദ്മി പാർട്ടി പരാതിയുമായി പോവുകയും അവർ പോസ്റ്ററിൽ നിന്നും പ്രചരണ സാമഗ്രികളിൽ നിന്നുമൊക്കെ IPS എടുത്ത് മാറ്റുകയും ചെയ്തു. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വാദം ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ കാര്യമാണിപ്പോൾ മറ്റു ചില പോൾ സർവേകൾ കൂടി ഇപ്പോൾ പുറത്ത് ആ രീതിയിൽ വരുന്നുണ്ട്. ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. M4 സർവേ എന്നൊക്കെ പറഞ്ഞും ഇത്തരത്തിൽ കോർപ്പറേഷൻ LDF-നൊപ്പം എന്ന് പറഞ്ഞുള്ള ചില പ്രചരണങ്ങളുമൊക്കെ വരുന്നുണ്ട്. അതേതെങ്കിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. ഈ LDF ഹാൻഡിലുകളും ഇതേ വിവരം, അതായത് നമ്മൾ നേരത്തെ ശ്രീലേഖയൊക്കെ പങ്കുവച്ചു എന്ന് പറയുന്ന ആ കണക്കുകൾ തിരിച്ച് അവിടെ ബി.ജെ.പിയുടെ സ്ഥാനത്ത് NDAയുടെ സ്ഥാനത്ത് LDF വരുന്നു, തിരികെ LDF എന്ന സ്ഥാനത്ത് NDA വരുന്നു. കോൺഗ്രസിന് മാറ്റമില്ലാതെ 8-9 സീറ്റ്. അങ്ങനെ അവരും ഈ കണക്കുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കണക്കൊക്കെ എവിടെ നിന്ന് വരുന്നതാണ് അറിയേണ്ടത്. സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ അവസാന ഘട്ടത്തിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടാകാം. പക്ഷേ ഔദ്യോഗികമായി തന്നെ ബി.ജെ.പിയുടെ ഭാരവാഹികളും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളും ഒക്കെ ഇത് എങ്ങനെ പങ്കുവയ്ക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും അത്തരം പരാതികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി തന്നെ കണക്കിലെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരാതി വന്നത് എന്നതിൻ്റെ ഉള്ളടക്കം ആണ് VV അരുൺ പങ്കുവച്ചത്. എന്തായാലും ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നു എന്നുള്ളതാണ്. മന്ത്രി V ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം കൂടി കേൾക്കാം. തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ഇപ്പം അങ്ങനെ ഒരു നിയമമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ എന്നൊക്കെ. അത് നിയമപരമായി പ്രശ്നമാണ്. കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, ഇതാണ് മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ തലസ്ഥാന നഗരിയുടെ MP കൂടിയായിട്ടുള്ള ശശി തരൂർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ നിരവധി നേതാക്കൾ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ VIP ബൂത്തുകൾ ആണ് പലതും എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ബൂത്തുകളിലേക്ക് ഇപ്പോൾ നിരവധി നേതാക്കൾ എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. ശശി തരൂർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ തന്നെ നിരവധി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാനത്തെ മന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം MP കൂടിയായിട്ടുള്ള ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. യെസ്, ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു 7 ജില്ലകളിൽ ആണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 20% മുകളിലേക്ക് എല്ലായിടത്തും തന്നെ വോട്ടിംഗ് നില എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അടുത്ത 7 ജില്ലകൾ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നുപോവുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അവർ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.